നമസ്കാരം. എലിയെ പേടിച്ച് ഇല്ലം ചുട്ട ഹരിയാന സർക്കാരിന്റെ മണ്ടൻ നടപടി എത്രയും വേഗം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ശംഭു അതിർത്തിയിൽ സ്ഥാപിച്ച പോലീസ് ബാരിക്കേഡുകൾ ഒരാഴ്ചക്കകം നീക്കണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഹരിയാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. നിലവിൽ BJP ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാന സർക്കാർ ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ച് നിയന്ത്രിക്കുന്നതിനായി ഈ വർഷം ഫെബ്രുവരിയിൽ പഞ്ചാബുമായുള്ള അതിർത്തി അടച്ചുകെട്ടിയിരുന്നു. വിളകൾക്ക് മിനിമം താങ്ങുവില നിയമവിധേയമാക്കണമെന്ന തങ്ങളുടെ പ്രധാന ആവശ്യത്തിൽ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ 2020 ചരിത്രപരമായ കർഷക പ്രതിഷേധത്തിന്റെ മാതൃകയിൽ കർഷകർ തങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ രണ്ടാം പതിപ്പിനെ പ്രതിരോധിക്കാനാണ് ഹൈവേ ബ്ലോക്ക് ചെയ്യുന്ന നടപടിയുണ്ടായത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ശംഭു അതിർത്തി കർഷകരുടെ ശക്തിക്ക് അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ അനുവദിക്കുന്നതുവരെ അതിർത്തി വിട്ടു പോകില്ലെന്ന തീരുമാനത്തിലാണ് കർഷക സംഘടനകൾ. പുതിയ ഉത്തരവിൽ പൊതുജനങ്ങൾക്കുള്ള അസൗകര്യം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസുമാരായ GS സാന്തവാലിയ, വികാസ് ബഹൽ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ശംഭു അതിർത്തി തുറക്കാൻ ഹരിയാന സർക്കാരിന് നിർദ്ദേശം നൽകിയത്. അതിർത്തിയിലെ കർഷകരുടെ ശക്തിക്ക് പുനരുജ്ജീവനം നൽകാൻ ഇപ്പോൾ വന്ന ഉത്തരവ് കാരണമാകും എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണക്കുകൂട്ടുന്നത്. സമീപകാല പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കേന്ദ്രത്തിൽ BJP നേതൃത്വത്തിലുള്ള NDA സർക്കാരിന് തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഭാവി തന്ത്ര രൂപീകരണത്തിനായി ശംഭു അതിർത്തിയിലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന കർഷക മുന്നണികളിൽ ഒന്നായ കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റിയുടെ നേതാവ് സർവാൻ സിംഗ് പന്തർ ജൂലൈ 16 കർഷക സംഘടനകളുടെ സംയുക്ത യോഗം വിളിച്ച് മൊത്തത്തിലുള്ള സ്ഥിതി വിലയിരുത്തുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം 2020 കർഷക പ്രതിഷേധത്തിൽ പ്രധാന പങ്കുവഹിച്ച സംയുക്ത കിസാൻ മോർച്ച NDA സർക്കാരിന്റെ നടപ്പാക്കാത്ത വാഗ്ദാനങ്ങൾക്കെതിരെ വീണ്ടും പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നത് നിയന്ത്രിക്കാൻ അമിത ബലപ്രയോഗം ഉൾപ്പെടെ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ച ഹരിയാന സർക്കാരിന് തിരിച്ചടിയായാണ് പുതിയ ഉത്തരവ് വിലയിരുത്തപ്പെടുന്നത്. ക്രമസമാധാന പാലനത്തിനാണ് തങ്ങളുടെ എല്ലാ നടപടികളും സ്വീകരിച്ചതെന്ന് ഹരിയാന സർക്കാർ വാദിക്കുമ്പോൾ പഞ്ചാബിനും ഹരിയാനയ്ക്കും ജീവനാഡിയായതും ജമ്മു കശ്മീരിലേക്ക് നീളുന്നതുമായ പ്രധാന ഹൈവേ ആണ് മാസങ്ങളോളമായി കൊട്ടിയടയ്ക്കപ്പെട്ടത്. ശംഭു അതിർത്തി അടച്ചതിന്റെ ഫലമായി ഹൈവേ വഴിതിരിച്ചുവിട്ടത് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത എല്ലാ കർഷക സംഘടനകളും ക്രമസമാധാന പാലനം നടത്തണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു. അതുപോലെ പഞ്ചാബ് സംസ്ഥാനം തങ്ങളുടെ പ്രദേശത്ത് ഒത്തുകൂടിയ പ്രകടനക്കാരെ ആവശ്യമെങ്കിൽ കൃത്യമായി നിയന്ത്രിക്കുന്നുവെന്ന് ഉറപ്പാക്കണം എന്നും കോടതി കൂട്ടിച്ചേർത്തു. ചുരുക്കി പറഞ്ഞാൽ സമരത്തെ ഇത്തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. 2020 സമരം നയിച്ച സംഘടനകൾ കൂടി സമരരംഗത്ത് ഇറങ്ങുന്നതോടെ തങ്ങൾ നേരിടേണ്ടി വരുന്ന ദ്വിമുഖ ആക്രമണത്തെ BJP സർക്കാർ എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്നു കാണാം.